ശരിക്കും എന്താ സംഭവിച്ചത്? രാത്രി നന്ദൻ അസ്വാഭാവികമായിട്ടൊന്നും പെരുമാറിയില്ല. രാവിലെ സ്റ്റേഷനിൽ പോകാൻ മാനസികമായി ഒരുങ്ങിയിരുന്നതാ. ദേവികയായിട്ട് സംസാരിച്ചു. എന്നോട് വളരെ പോസിറ്റീവായിട്ടാ സംസാരിച്ച. അമ്മയോട് നല്ല രീതിയിലാണ് സംസാരിച്ച. രാവിലെ കോഫിയായിട്ട് പ്രഭ ചെല്ലുമ്പോൾ ആളെ കാണാനില്ല. കത്തോ കുറിപ്പോ അങ്ങനെ വല്ലതും കിട്ടിയിരുന്നോ? ഇല്ല അങ്കിൾ, അങ്ങനെയൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നന്ദൻ പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറിയതായിരിക്കുമെന്നാ. അങ്ങനെ പോകുന്നെങ്കിൽ അവൻ എന്നോട് പറഞ്ഞിട്ടേ പോവൂ. ഹരിയേട്ടാ, അവൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ മുതൽ ഇതിവിടെ എല്ലാവരോടും പറയുക, ആരുടെ തല കയറുന്നില്ല. പോലീസ് വരുന്നു, അന്വേഷിക്കുന്നു, പോകുന്നു. ഇവരെന്തൊക്കെയോ പറയുന്നു. അല്ലാതെ ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം നടന്നതിന്റെ ഒരു ഫീലും ഇവിടെ ആർക്കും ഇല്ല. ഹരിയേട്ടാ, പ്രഭ ഒരു അമ്മയുടെ വിഷമങ്ങൾ പറയുന്നു. ഞങ്ങളെല്ലാവരും അതിന്റെ പിറകിൽ തന്നെയാ. ഹരിയേട്ടൻ പറഞ്ഞതുപോലെ നന്ദൻ സ്വയം അങ്ങോട്ടോ മാറി നിൽക്കുന്നതായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ പറയാം. പ്രഭയുടെ ടെൻഷനും വിഷമമൊക്കെ സ്വാഭാവികമാണ്. അതിന് പ്രഭയെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതുപോലെ പ്രഭയും ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. അന്വേഷണവും ഇൻഫോർമേഷനും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കണം. പ്രഭയ്ക്ക് എന്നെ വിശ്വാസമുണ്ടല്ലോ. ഹരിയേട്ടനാ ഇപ്പൊ ഞങ്ങളുടെ ഒരു ധൈര്യം. എങ്കിൽ പ്രഭ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നന്ദനെ കണ്ടെത്തും. അതുപോലെ അത് മതി. എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ കാണണം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞങ്ങൾ ഏറ്റു. മാഡം, നമുക്ക് ഹരിസാറിന്റെ വാക്കുകൾ വിശ്വസിക്കാം. ആ സിദ്ധു, നമുക്ക് അത്യാവശ്യമായിട്ട് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇപ്പൊ തന്നെ പോകണം. ആ, നമുക്കിറങ്ങാം. ആ, ഗിരീഷ് ഇവിടെ തന്നെ ഉണ്ടാവണം. ദേവിക, അപ്ഡേറ്റ്സ് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കാം. ശരി അങ്കിൾ.